കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, നട തുറന്നു. അപ്പം ഇനി നമുക്ക് എല്ലാവർക്കും ഗുരുവായൂരപ്പനെ കാണാൻ പോകണ്ടേ? എല്ലാവരും വരൂ കേട്ടോ, നമുക്ക് ഗുരുവായൂരപ്പനെ കാണാം. ഇന്ന് എന്താണ് ആ ചതുർബാഹുവായ വിഗ്രഹത്തിൽ കളഭം കൊണ്ട് അലങ്കരിക്കപ്പെട്ടിരിക്കുന്നത് നോക്കണ്ടേ? അപ്പം എല്ലാവരും ആദ്യം തന്നെ വരൂ. നമുക്ക് കിഴക്കേ നടയിലൂടെ തന്നെ പോവാം. കിഴക്കേ നടയിൽ വന്നിട്ട് ആ ഗണപതി അമ്പലത്തിൽ പോയിട്ട് ഗണപതിനെ കാണാം. അങ്ങനെ അവിടുന്ന് നേരെ ഗോപുരം കഴിഞ്ഞ് നമുക്ക് നേരെ ഉള്ളിലേക്ക് വരാം. അങ്ങനെ വരുമ്പോൾ നേരെ അങ്ങോട്ട് പോന്നോളൂ, നേരെ പോരുക. അങ്ങനെ വാതിലിൻ്റെ അവിടെ എത്തി. വാതിലിൻ്റെ അവിടെ നിന്ന് കയറുമ്പോൾ തന്നെ നാരായണീ എഴുതിയ മേൽപ്പത്തൂരിൻ്റെ അവിടേക്ക് നോക്കിയിട്ട് ഒന്ന് സ്മരിക്കുക. അതും കഴിഞ്ഞാൽ ആ നരസിംഹാവതാരം കാണിച്ചു കൊടുത്താൽ തൂണൊന്ന് തൊടാം. അങ്ങനെ അവിടുന്ന് ഇറങ്ങി നോക്കുമ്പോൾ നമ്മൾ ആ ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ ആ ശ്രീലകത്തെ പ്രഭ അങ്ങനെ കാണാം. ആ ദിവ്യപ്രഭ, ആ പൊൻവിളക്കിൻ്റെ പ്രഭയിൽ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ എന്ത് വേഷത്തിലാണ് എന്നിങ്ങനെ നോക്കാനുള്ള ആ ഒരു കാഴ്ച നമുക്കിങ്ങനെ നോക്കാം. അങ്ങനെ വരുന്ന വഴിക്ക് കുറേശ്ശെ കിഴക്ക് വശം ചേർന്ന് തന്നെ നടക്കാം, അതാണ് കുറച്ച് എളുപ്പം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ തിരുമുഖമൊക്കെ കാണാം. ആ കാലൊക്കെ കാൽത്തളകളൊക്കെ ഒന്ന് പിണച്ച് വെച്ചിട്ടാണ് കേട്ടോ. കാൽത്തളകൾ കാണാനുണ്ട്. അങ്ങനെ പട്ടെടുത്തിട്ടുണ്ട്, മഞ്ഞ പട്ടെടുത്ത നല്ലൊരു പൊന്നുണ്ണിക്കണ്ണനാണ് കേട്ടോ. അങ്ങനെ കയ്യിൽ രണ്ട് കൈയും കൂടി പൊന്നോടക്കുഴൽ വിളിക്കുകയാണ്. അന്ന് ബാലഗോപാലൻ വേണുഗോപാലനായിട്ടാണ് കേട്ടോ, മുരളീധരനായിട്ടാണ്. ഒരു നല്ല മന്ദഹാസത്തോടു കൂടി നമ്മളെ ഭക്തരെ നോക്കാനായിട്ടിരിക്കുകയാണ്. വളരെ സന്തോഷത്തിലാണ് കേട്ടോ ആള്. എന്താ വെച്ചാൽ നേദ്യമൊക്കെ കഴിഞ്ഞു, യശോദാമ്മ വെണ്ണയൊക്കെ കൊടുത്തിട്ടുണ്ടാവും. എല്ലാം കഴിച്ച് വയറൊക്കെ കുഞ്ഞുൻപൊക്കെ വീർത്തിങ്ങനെ ഇരിക്കണ ആ പൊന്നുണ്ണിയാണ്. പൊന്നുണ്ണിക്കണ്ണൻ ആ വേണു ഊതാണ്. അപ്പോൾ അതിങ്ങനെ അലിഞ്ഞ് ചേർന്നിട്ടാണ്, അതായത് മനസ്സ് വിട്ടിട്ട് കേൾക്കുക എന്ന് പറഞ്ഞില്ലേ, അതേമാതിരി പാട്ട് പാടുകയാണ്. ആ ഗോക്കളെയൊക്കെ അങ്ങനെ പാടി രസിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഭക്തർ വരുമ്പോൾ ഭക്തരെയൊക്കെ എല്ലാ വിഷമങ്ങളും അകറ്റിയിട്ട് നമ്മളെ സന്തോഷത്തിലേക്ക് കൊണ്ടുപോകുന്ന ആ ഒരു എന്താ പറയുക ആകർഷണീയതയിലാണ് എന്ന് ആ ശ്രീലകത്ത് നിൽക്കുന്നത്. ഗോപി തിലകം ചാർത്തിയിട്ടുണ്ട്. ഒരു ചെറിയ നെക്ലസ് പോലത്തെ ഒരു മാല ചാർത്തിയിട്ടുണ്ട്. വളയം പോലത്തെ ഒരു മാല ഉണ്ട്. അതുപോലെ കൈവളകളുണ്ട്, തോൾവളകളുണ്ട്, ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. അത് കൂടാതെ കിരീടം വെച്ചിട്ടുണ്ട്, പീലിത്തിരിമുടി കെട്ടിയിട്ടുണ്ട്, പീലിയുണ്ട്, കളഭം കൊണ്ട് പീലി ചാർത്തിയിട്ടുണ്ട്. അതേപോലെ ഉണ്ടമാല ഉണ്ട്, വെളുത്തതും തെച്ചിയായ താമരയും തെച്ചിപ്പൂവും ചേർന്ന തുളസിയും കൂടി ചേർന്ന ഒരു ഉണ്ടമാലയും വെള്ളയും ചുവപ്പുമായിട്ടുള്ള ഒരു ഉണ്ടമാല, അങ്ങനെ 2 ഉണ്ടമാലകളുണ്ട്. തിരുമുടിമാലകളും ഏകദേശം അതേമാതിരി തന്നെ, ഇടയ്ക്ക് തെച്ചിയും ഇടയ്ക്ക് താമരയും ഇടയ്ക്ക് തുളസിയും ചേർത്തിട്ടുള്ള അതേപോലത്തെ 2 മാലകളും. നന്നായിട്ടുള്ള ഒരു വിധാനമായിട്ട് 4 മാലകളുണ്ട്. എല്ലാം കൊണ്ടും ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ നല്ലൊരു മനസ്സിന് സംതൃപ്തിയേകുന്ന രൂപത്തിലാണ് നിൽക്കുന്നത്. വളരെ സന്തോഷമായിട്ടുള്ള ആ ഒരു നിൽപ്പാണ്. ഭക്തരെ അനുഗ്രഹിച്ചും കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് കണ്ണൻ. അപ്പോൾ ഇന്നത്തെ പഞ്ചഗവ്യാടലൊക്കെ ഉണ്ടായിരുന്നു. അതുകൂടാതെ ഇന്ന് ഉച്ചപൂജ ഉണ്ടായിരുന്നത് കക്കാട് കൊച്ചോദിക്കനാണ്. അതുപോലെ കളഭാലങ്കാരം ഉണ്ടായിരുന്നത് മുന്നൂലം ഹരിയോദിക്കനാണ്. നന്നായിട്ടുള്ള ആ ഒരു ചാർത്താണ്. അപ്പോൾ എല്ലാവരും ആ ഗുരുവായൂരപ്പൻ്റെ ആ ചതുർബാഹുവായ വിഗ്രഹത്തിലെ കളഭം കൊണ്ട് അലങ്കരിക്കപ്പെട്ട ആ വേണുഗോപാല സ്വരൂപത്തെ നോക്കി പ്രാർത്ഥിച്ചോളൂ. മനസ്സിലങ്ങോട്ട് അതിങ്ങനെ സ്മരിച്ചാൽ അവിടെ എത്തി എന്നുള്ളതാണ്. നമ്മളവിടെ എത്തി അദ്ദേഹത്തെ കാണുകയാണ് എന്നുള്ള ആ ഒരു ചിന്ത ഈ വാക്ക് കേൾക്കുന്ന സമയത്ത് അങ്ങനെ ഉണ്ടായാൽ വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും അവിടേക്ക് എത്തി എന്നുള്ള ആ ഒരു ഉദ്ദേശത്തിൽ എല്ലാവരും നോക്കി ശ്രീലകത്തേക്ക് നോക്കി പ്രാർത്ഥിച്ചോളൂ കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് നമുക്ക് പ്രാർത്ഥനിച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ പതുക്കെ പുറത്തേക്ക് ഇറങ്ങാം. അങ്ങനെ ആ സപ്തമാതാക്കളെയൊക്കെ ദർശിച്ചിട്ട് നമുക്കിങ്ങനെ പതുക്കെ ഇങ്ങനെ വരുമ്പോൾ അകത്തെ
ആ ശ്രീലകത്ത് നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് നമ്മൾ പോരുന്ന വഴിക്കുള്ള ആ ഗണപതിനെ പോയി കണ്ടു തൊഴാം. ഗണപതിയും അതാ നന്നായിട്ടുള്ള ആ അലങ്കാരത്തോടു കൂടിയാണ് ഇരിക്കുന്നത് കേട്ടോ. തുമ്പിക്കൈയൊക്കെ ഇങ്ങനെ കളഭം ചാർത്തിയിട്ടേ നല്ല രസമായിട്ടുണ്ട്. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അങ്ങനെ അദ്ദേഹത്തെ കണ്ട് ഏത്തൊക്കെ ഇട്ട് ഇങ്ങനെ വരുമ്പോൾ സരസ്വതി ദേവിയുടെ അടുത്ത് നോക്കാം. സരസ്വതി ദേവിക്കും ഒരു ചെറിയ മാല ഉണ്ട്. ആ ഫോട്ടോൻ്റെ മുകളിലൊരു മാല ചാർത്തിയിട്ടുണ്ട്. അങ്ങനെ അവിടെയും കണ്ട് തൊഴാം. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ ആ സൈഡിലൂടെ അങ്ങനെ വരുമ്പോൾ ആ വിഗ്രഹങ്ങളൊക്കെ നോക്കിയാൽ ഗണപതിയുടെ അവിടെയൊക്കെ അവിടെ ഉണ്ടല്ലോ, പുറത്തെ ഗണപതിക്കുണ്ട് ഒരു മാലയൊക്കെ ചാർത്തിയിട്ടുണ്ട്. അപ്പോൾ ആരോ ചാർത്തി കൊടുത്തന്നു. അവിടേക്ക് ഒന്ന് തൊട്ട് തലോടിയിട്ട് ഇങ്ങനെ വരാം. അങ്ങനെ മേൽശാന്തിര അവിടുന്ന് നമുക്ക് പ്രസാദമൊക്കെ വാങ്ങാം. പ്രസാദമൊക്കെ വാങ്ങി തൊട്ട് ഇനി നമുക്ക് ആ സാഷ്ടാംഗം നമസ്കരിക്കാം. ആ ശ്രീകോവിലിൻ്റെ പുറകിൽ അങ്ങനെ നമസ്കരിച്ച് സ്ത്രീകൾ മുട്ടുകുത്തിയിട്ട് പ്രാർത്ഥിച്ചാൽ മതി കേട്ടോ, സാഷ്ടാംഗം നമസ്കരിക്കരുതേ. അങ്ങനെ അവിടുന്ന് നേരെ ഇങ്ങോട്ട് നോക്കുമ്പോൾ ആ അനന്തപത്മനാഭസ്വാമിയുടെ ആ വിഗ്രഹം കാണാം. അവിടെ അത് അലങ്കാരം ഇങ്ങനെ നല്ല മുല്ലപ്പൂവൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ അലങ്കരിച്ചിട്ടുണ്ട്, തുളസിപ്പൂവൊക്കെ വെച്ചിട്ട്. അപ്പോൾ കണ്ട് ലക്ഷ്മി ദേവീനെയൊക്കെ കണ്ട് ഇങ്ങനെ തൊഴുത് ഇനി ആ ചതുർബാഹുവായ വിഗ്രഹങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ വരാം. അങ്ങനെ കണ്ണൻ്റെ അടുത്തൊക്കെ വീണ്ടും വന്ന് കൃഷ്ണൻ്റെ രൂപം കണ്ടു. അത് കഴിഞ്ഞ് മുരുകൻ്റെ രൂപം കണ്ടു. ആഞ്ജനേയനെ കാണാം. ആഞ്ജനേയൻ്റെ അവിടെ നിന്നിട്ട് ആ കുങ്കുമൊക്കെ അതാ തൊട്ട് നെറുകിലൊക്കെ ഇടാം. അങ്ങനെ തൊട്ട് വരാം. അങ്ങനെ നേരെ നമ്മളിങ്ങനെ ഇനി നമ്മൾ ചെല്ലേണ്ടത് ആ ഉള്ളിലേക്കാണ്. അവിടെ വരുമ്പോൾ ആ താമരക്കണ്ണനെ, കൽപ്പക വൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ അവിടെ നിന്ന് അത്യാവശ്യം നല്ല തിരക്കാണ്. എല്ലാവരും അവിടെ പോയി തൊഴുണ്ട്. നമുക്കും അതിലൂടെ പോവാം. അത് കുറേ ആൾക്കാരിങ്ങനെ എവിടെയാണെന്ന് നോക്കണു. കുറേ ആൾക്കാരത് കാണിച്ചു കൊടുക്കണു. അപ്പോൾ നമുക്കും പോയി കണ്ട് അത് കഴിഞ്ഞ് നേരെ കണ്ണൻ കളിക്കുന്ന സ്ഥലത്തേക്ക്, നൃത്തം ചവിട്ടുന്ന നൃത്താറയിലേക്ക് നോക്കിയാൽ അവിടെ അങ്ങനെ കാണാം കെടാവിളക്ക് ഇങ്ങനെ കത്തി നിൽക്കുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ കുറൂരമ്മയുടെയും നാരദൻ്റെയും കൃഷ്ണാട്ടത്തിൻ്റെയും അതൊക്കെ കണ്ടിങ്ങനെ നേരെ പുറത്തേക്ക് വടക്കേ നടയിലൂടെ പുറത്തേക്ക് വരാം. അങ്ങനെ പ്രസാദ കൗണ്ടറിൽ നിന്ന് പ്രസാദമൊക്കെ വാങ്ങി നേരെ എടത്തരികത്ത് കാവിൽ അമ്മയുടെ അടുത്തേക്ക് പോരാം. അമ്മയുടെ അടുത്ത് ഇങ്ങനെ പോന്നിട്ട് അമ്മയും നന്നായിട്ടുള്ള അലങ്കാരത്തോടു കൂടിയാണ് ഇരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് കണ്ട് തൊഴാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് ഇനി നമുക്ക് നേരെ മമ്മിയൂരപ്പനെ കണ്ട് തൊഴാം. മമ്മിയൂരപ്പനെ നോക്കിയാൽ കാണാം, അവിടെ ഫോട്ടോ വെച്ചിട്ടുണ്ട്, അത് നോക്കിയാലും കാണാം. അല്ലെങ്കിൽ ആ സൈഡിൽ നിന്ന് അങ്ങോട്ട് നോക്കിയിട്ട് മമ്മിയൂർക്കുള്ള ആ ഒരു ദർശനം, നമശിവായ നമശിവായ എന്ന് പറഞ്ഞ് ആ മമ്മിയൂരപ്പനെ കണ്ട് തൊഴുത് നേരെ ഇനി ഇങ്ങനെ തിരിഞ്ഞു പോരുമ്പോൾ ആ കൊടിമരം കാണാം. അപ്പോൾ നമുക്കൊന്നും കൂടി അവിടെ എത്തുമ്പോൾ മഞ്ചാടിയൊക്കെ വാരുണ്ട് കേട്ടോ കുട്ടികൾ. ആൽരൂപ വഴിപാടിൻ്റെ അവിടെയൊക്കെ ആളുകളുണ്ട്, നല്ല തിരക്കൊക്കെ ഉണ്ട്. അങ്ങനെ വന്ന് തൊഴുത് നേരെ അങ്ങനെ പോരുമ്പോൾ ഒരിക്കൽ കൂടി നമുക്ക് ആ ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തേക്ക് ഒന്ന് നോക്കിയാൽ നമ്മളെ ആ മുരളീധരനെ ഒന്നുകൂടി കാണാൻ കഴിഞ്ഞാലോ എന്ന് വെച്ചിട്ടൊന്ന് നോക്കിയാൽ കാണാം. ഞാൻ അവിടുന്ന് കണ്ട ആ ദിവ്യപ്രഭ അങ്ങനെ കണ്ടിട്ട് നമുക്കിനി നേരെ ആ കൂത്തമ്പലത്തിൻ്റെ അവിടേക്ക് നോക്കി അവിടെ വന്ന് അവിടെ കിടാവിളക്ക് കാണാം. വേദപാഠശാലയൊക്കെയാണല്ലോ. അവിടുന്ന് നേരെ ഇനി അയ്യപ്പൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ട് വരിക. അയ്യപ്പൻ്റെ അടുത്തൊക്കെ ഇപ്പോൾ നല്ല സ്വാമിമാരുടെ തിരക്ക് തന്നെയാണ്. മാലയിടണു കുറേ ആൾക്കാർ ശരണം വിളിക്കണു. അപ്പോൾ നമുക്കും ഭൂതനാഥ സുധാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേസ്തുഭ്യം നമോ നമ അങ്ങനെ പ്രാർത്ഥിച്ച് ഒന്ന് വലം വെച്ചിട്ട് ഇങ്ങനെ പോരുക. അങ്ങനെ പോരുമ്പോൾ സൈഡിലൊക്കെ അതാ സ്വാമിമാർക്ക് കെട്ടുനിറച്ച് കൊടുക്കണു. കുറേ ഗുരുസ്വാമിമാരുണ്ട് പ്രാവശ്യം. എന്തായാലും എല്ലാ പ്രാവശ്യവും ഉണ്ടാവാറുണ്ട്, പ്രാവശ്യമുണ്ട്. ഇനി നമുക്ക് പടിഞ്ഞാറ നടയിൽ വന്നിട്ട് ഒന്നും കൂടി ആ കൊടിമരവും ദീപസ്തംഭമൊക്കെ നോക്കിയിട്ട് തൊഴാം. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ
പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. എല്ലാവരും ഇന്ന് ഉച്ചപൂജ എന്നോടൊപ്പം വന്ന് തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കുമാറാവട്ടെ. ഹരേ കൃഷ്ണ.